ഹായ്, ഇന്ന് നമുക്കൊരു ക്രൗണിന്റെ പാറ്റേൺ എങ്ങനെ സി പ്രോഗ്രാമിൽ പ്രിന്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പാറ്റേൺ ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് ഇതിൽ വ്യക്തമായിട്ട് മനസ്സിലാവും 5 റോയും 13 കോളമാണ് മാക്സിമം പ്രിന്റ് ആവുന്നത്. അതിന് നമുക്ക് 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഫസ്റ്റത്തെ ഫോർ ലൂപ്പ് ഐ ഔട്ടർ ലൂപ്പായി സെറ്റ് ചെയ്യാം. ഐ റോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്യുമ്പോൾ ഐ 1 തൊട്ടിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരെയും ജെ ഇന്നർ ലൂപ്പായി സെറ്റ് ചെയ്യുമ്പോൾ ജെ 1 തൊട്ടിട്ട് 13 വരെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13 വരെ പോകുന്നത് പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. അടുത്തത് എവിടെയെല്ലാമാണ് സ്റ്റാർ കണ്ടിന്യൂസ്ലി പ്രിന്റ് ആവുന്നത് നോക്കാം. ഐന്റെ വാല്യൂ 5 വരുമ്പോൾ ഈ ലാസ്റ്റത്തെ റോ ഫുള്ള് സ്റ്റാർ ആണ്. അപ്പോൾ ഐന്റെ വാല്യൂ സ്റ്റാർ വരുമ്പോൾ പ്രിന്റ് ആവുന്ന ഒരു കണ്ടീഷൻ എഴുതാം. ആ കണ്ടീഷൻ എന്ന് വെച്ചത് ഐ ഈക്വൽ ടു 5 ആവുമ്പോൾ പ്രിന്റ് ആവണം. അടുത്തത് ഈ കോളം ഫുള്ളും സ്റ്റാർ ആണ് പ്രിന്റ് ആവുന്നത്. ആ കോളത്തിൽ ജെയുടെ വാല്യൂ കോമൺ ആയിട്ട് 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജെ ഈക്വൽ ടു 1 ആവുമ്പോൾ സ്റ്റാർ പ്രിന്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനും ഇവിടെ ജെ 7 ആവുമ്പോൾ സ്റ്റാർ പ്രിന്റ് ചെയ്യുന്ന കണ്ടീഷനും ലാസ്റ്റത്തെ കോളം ജെ ഈക്വൽ ടു 13 ആവുമ്പോഴും സ്റ്റാർ പ്രിന്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ എഴുതാം. നമുക്ക് ആദ്യം തന്നെ അത് എഴുതാം. അതിനാദ്യം തന്നെ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിന് CMD എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. അടുത്തത് VS കോഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കോഡ് സ്പേസ് ഡോട്ട് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. ഇപ്പോൾ നമുക്ക് ഒരു കോഡ് എഡിറ്റർ ഓപ്പൺ ആയി. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സി പ്രോഗ്രാം എഴുതാൻ വേണ്ടി ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഫയലിനൊരു നെയിം കൊടുക്കാം. ഞാനിവിടെ ക്രൗൺ എന്നാണ് ഫയൽ നെയിം കൊടുക്കുന്നത്. അത് സി പ്രോഗ്രാം ആയിരുന്നു. .c എന്ന ഫോർമാറ്റിൽ സേവ് ചെയ്യണം. അടുത്തത് നമുക്ക് സി പ്രോഗ്രാമിന്റെ ഹെഡർ ഫയൽ എഴുതാം. നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽ എഴുതാം. include stdio.h. ഈ ഹെഡർ ഫയൽ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡാറ്റാസിനെ എടുക്കാനും ഷോ ചെയ്യാനും വേണ്ടിയാണ്. അടുത്തത് നമുക്ക് മെയിൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻറ്റ് മെയിൻ എന്ന മെത്തേഡ് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കോർ ആയിട്ടുള്ള പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് പാറ്റേൺ നോക്കുമ്പോൾ മനസ്സിലാവും ഫോർ ലൂപ്പ് ഫസ്റ്റത്തെ ഔട്ടർ ലൂപ്പ് 5 വട്ടമാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫോർ ഐ എഴുതുന്നതിന് മുമ്പ് ഐനെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. നമുക്ക് ഒന്നല്ലെങ്കിൽ പുറത്ത് ഇനീഷ്യലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. അപ്പോൾ ഇൻറ്റ് വെച്ചാണ് ഞാൻ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇൻറ്റ് ഐ ഈക്വൽ ടു 1. ഇനി ഐ 5 വട്ടം പോകുന്നത് കാരണം നമുക്ക് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന കണ്ടീഷനും എഴുതി. അടുത്തത് നമുക്ക് ഓരോ ലൂപ്പ് കഴിയുമ്പോഴും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി വരണം. അതിനുവേണ്ടി I++ എന്ന ഒരു ഫോർമാറ്റ് കണ്ടീഷനും കൂടി എഴുതി വെച്ചു. ആ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇന്നർ ലൂപ്പായ ജെയുടെ ലൂപ്പ് എഴുതാം. ജെ ലൂപ്പ് മാക്സിമം 13 പ്രാവശ്യമാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ജെ ഈക്വൽ ടു 1 തൊട്ട് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13 വരെ പോകുന്നത് പോലെ സെറ്റ് ചെയ്തു. ജെയും ഇൻക്രിമെന്റ് ചെയ്തു. ഓക്കെ, ഒരു മിസ്റ്റേക്ക് വെച്ച് ജെ ടു 13. നമുക്ക് ഈ ലൂപ്പും സ്റ്റാർട്ട് ചെയ്യാം. ഇന്നർ ലൂപ്പ് ആയ കാരണം ഇത് ഉള്ളിലേക്ക് ഇട്ടു. ഇപ്പോൾ ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ ഒരു ഫോർ ലൂപ്പായ ഫസ്റ്റത്തെ ഐ ലൂപ്പിന്റെ ഉള്ളിൽ ഒരു ഫോർ ലൂപ്പായ ജെ ലൂപ്പ് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ
നമ്മൾ സ്റ്റാർ വരുന്ന കണ്ടീഷൻസ് എഴുതി കൊടുക്കാൻ പോവുകയാണ്. ഇഫ് അതിന് നമ്മൾ ഇഫ് എന്ന കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇഫ് ഫസ്റ്റത്തെ നമുക്ക് ലാസ്റ്റത്തെ റോയ്ക്കുള്ള കണ്ടീഷൻ കൊടുക്കാം. റോയുടെ വാല്യൂ 1 2 3 4 5 5 ഫുൾ സ്റ്റാർ പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇഫ് I ഈക്വൽ ടു 5 ആവുമ്പോൾ ഫുള്ള് സ്റ്റാർ പ്രിന്റ് ചെയ്യണം. ആ കണ്ടീഷൻ നമ്മൾ എഴുതി. അടുത്തത് അല്ലെങ്കിൽ ഇഫ് I ഈക്വൽ ടു 5 അല്ലെങ്കിൽ ഈ 3 ലൈനുള്ള കണ്ടീഷൻ എഴുതാം. കോളം ജെയുടെ വാല്യൂ 1 ആവുമ്പോൾ, കോളം ജെയുടെ വാല്യൂ 7 ആവുമ്പോൾ, കോളം ജെയുടെ വാല്യൂ 13 ആവുമ്പോൾ, ലാസ്റ്റത്തെ കോളം ആവുമ്പോഴും സ്റ്റാർ പ്രിന്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ കൊടുക്കാം. ഇതിന് ആദ്യം തന്നെ I ഈക്വൽ ടു 5 അല്ലെങ്കിൽ അതിന് ഓർ കണ്ടീഷൻ യൂസ് ചെയ്തു. അടുത്തത് ജെ ഈക്വൽ ടു ഫസ്റ്റത്തെ പൊസിഷൻ ആവുമ്പോൾ സ്റ്റാർ ആവണം. അല്ലെങ്കിൽ ജെ ഈക്വൽ ടു സെന്റർ 7 ആവുമ്പോൾ സ്റ്റാർ ആവണം. അല്ലെങ്കിൽ ജെ ഈക്വൽ ടു ലാസ്റ്റ് 13 ആവുമ്പോൾ സ്റ്റാർ പ്രിന്റ് ചെയ്യണം. ഇതിനു വേണ്ടി നമുക്ക് ഈ കണ്ടീഷൻ കൊടുത്തത് ശരിയാണോ എന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ പ്രിന്റ് എഫ് ഇത് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രിന്റ് എഫ് സ്റ്റാർ അല്ലെങ്കിൽ ഒരു മിനിറ്റ് വെയിറ്റ്, ഓർ സ്റ്റാർ അല്ലെങ്കിൽ അല്ലാത്ത സ്ഥലത്തെല്ലാം നമുക്ക് സ്പേസ് ആണ് പ്രിന്റ് ആവുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ സ്റ്റാർ വരാത്ത സ്ഥലത്തെല്ലാം, എൽസ് വരാത്ത സ്ഥലത്തെല്ലാം നമുക്ക് സ്പേസ് പ്രിന്റ് ആവുന്ന ഒരു കണ്ടീഷൻ എഴുതി കൊടുക്കാം. സ്പേസ് ഉണ്ട് കണ്ടീഷൻ എഴുതി. ഇനി ഓരോ ജെ ലൂപ്പ് കംപ്ലീറ്റ് ആവുമ്പോഴും അടുത്ത ഐ ലൂപ്പിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഐ ഇൻക്രിമെന്റ് ആവുന്നതിന് മുമ്പ് ഒരു ലൈൻ ബ്രേക്ക് ആകുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒരു കണ്ടീഷൻ എഴുതി കൊടുക്കേണ്ടതാണ്. ജെ ലൂപ്പ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രിന്റ് എഫ് /n ഇത് ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടിയിരിക്കും. നമ്മൾ എഴുതിയ ഐ ഈക്വൽ ടു 5 ആവുമ്പോൾ ഫുൾ സ്റ്റാർ പ്രിന്റ് ആയി. ഇനി ജെ ഈക്വൽ ടു 1 ആവുമ്പോൾ, ജെ ഫസ്റ്റത്തെ പൊസിഷൻ ജെ ഈക്വൽ ടു 1 ആവുമ്പോൾ ഫുൾ സ്റ്റാർ പ്രിന്റ് ചെയ്തു. ഇനി ജെ ഈക്വൽ ടു 7 ആവുമ്പോൾ ഫുൾ സ്റ്റാർ പ്രിന്റ് ചെയ്തു. ഇനി ജെ ഈക്വൽ ടു 13 ലാസ്റ്റത്തെയും സ്റ്റാർ പ്രിന്റ് ചെയ്തു. ഇപ്പോൾ നമുക്കൊരു പാർഷ്യൽ ഔട്ട്പുട്ട് കിട്ടി. ഇനി നമുക്ക് ഇതിൽ ഈ സ്ലൈഡിങ് ഡയഗണൽ ആയിട്ടുള്ള ലൈൻസ് പ്രിന്റ് ചെയ്യാം. നമുക്ക് ഈ ഡയഗണൽ ലൈൻസ് നോക്കുമ്പോൾ ഫസ്റ്റത്തെ ലൈൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫസ്റ്റത്തെ പൊസിഷൻ ജെക്ക് ഫസ്റ്റത്തെ പൊസിഷൻ, പിന്നെ ജെക്ക് രണ്ടാമത്തെ പൊസിഷൻ, പിന്നെ ജെക്ക് 3, അങ്ങനെ ഇൻക്രിമെന്റിങ് ഓർഡറിലാണ് പോകുന്നത്. ഇതേ ഇൻക്രിമെന്റിങ് ഓർഡറിലാണ് നമ്മുടെ ഐന്റെ വാല്യൂ പോകുന്നതും. ഐ ഫസ്റ്റ് പൊസിഷനിൽ 1, പിന്നെ 2, 3, 4, 5 അങ്ങനെയാണ് ഐ പോകുന്നത്. അപ്പോൾ നമുക്ക് ജെ ഈക്വൽ ടു ഐ എന്നൊരു കണ്ടീഷൻ കൊടുത്താൽ ഈ ഡയഗണൽ പ്രിന്റ് ആയി കിട്ടും.
നമുക്ക് അത് കൊടുത്തു നോക്കാം. ഓർ ജെയുടെ വാല്യൂ ഐന്റെ വാല്യൂവിനോട് തുല്യമാകുമ്പോൾ നമുക്ക് സ്റ്റാർ പ്രിന്റ് ചെയ്യണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, നമുക്ക് ആ ഡയഗണൽ കിട്ടി. അടുത്തത് ലാസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ ഈ ഡയഗണൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി 13th പൊസിഷനിൽ, 12th പൊസിഷനിൽ, 11th പൊസിഷനിൽ അങ്ങനെ ഡിക്രിമെന്റിങ്ങിലാണ് പോകുന്നത്. അപ്പോൾ ജെന്റെ വാല്യൂ 13 ആവണമെങ്കിൽ ഐന്റെ വാല്യൂ നമുക്ക് അറിയാം ഓൾറെഡി ഇവിടെ 1 ആണ്, അടുത്തതിൽ 2 ആണ്, 3 ആണ്, 4 ആണ്, 5 ആണ്. അപ്പോൾ 40ൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് 13. അപ്പോൾ അടുത്ത ലൈനിൽ 40ൽ നിന്ന് 2 കുറയ്ക്കുന്നതാണ് 12. അടുത്തത് 40ൽ നിന്ന് 3 കുറയ്ക്കുന്നതാണ് 11. അങ്ങനെ ഡിക്രിമെന്റ് ആവുമ്പോൾ നമുക്ക് മനസ്സിലാവും 14 മൈനസ് ഐ ആണ് ഈ ഡയഗണലിന്റെ കണ്ടീഷൻ. ജെ ഈക്വൽ ടു 14 മൈനസ് ഐ ആണ് ഈ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് അതും കൂടി എക്സിക്യൂട്ട് ചെയ്യാം. ജെ ഈക്വൽ ടു 14 മാക്സിമം മൈനസ് ഐ. നമുക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആ കണ്ടീഷനും പെർഫെക്റ്റ് ആയി കിട്ടി. ഇനി അടുത്തത് ഒരു 2 ഡയഗണൽ കൂടി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. നമുക്ക് അതിന്റെ കണ്ടീഷൻ നോക്കാം. അടുത്തത് സെൻട്രൽ നിന്ന് ഐ കൂടുന്നത് പോലെയും കുറയുന്നത് പോലെയുമാണ് 2 കണ്ടീഷൻ. ആദ്യം നമുക്ക് ഐ കൂടുന്നതിന്റെ കണ്ടീഷൻ നോക്കാം. സെൻട്രലിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് ഐന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. 1, പിന്നെ അടുത്തതിൽ 2, 3, 4, 5 അങ്ങനെയാണ് ഐന്റെ വാല്യൂ. അപ്പോൾ ഐ 1 ആവുമ്പോൾ നമുക്ക് 7th പൊസിഷനിലെ സ്റ്റാർ പ്രിന്റ് ചെയ്യണം. അപ്പോൾ ജെ 7 ആവുമ്പോൾ ഐയും നമുക്ക് കണ്ടീഷൻ എഴുതുന്നത് 7 ആവണമെങ്കിൽ 6 + 1 ആണ് 7. അടുത്തത് 6 + 2 ആണ് 8. അപ്പോൾ നമുക്ക് കിട്ടും ഈ ലൈനിന്റെ കണ്ടീഷൻ 6 + i എന്ന കണ്ടീഷനിലാണ് പോകുന്നത്. കാരണം സെൻറ്റർ 7 ഫസ്റ്റ് പ്രിന്റ് ആവണമെങ്കിൽ 6 + i അല്ലെങ്കിൽ 6 + 1 ആണ് ഈ സെൻറ്റർ പ്രിന്റ് ആവണം. അപ്പൊ നമുക്ക് ആ കണ്ടീഷൻ എഴുതാം. ജെ ഈക്വൽ ടു സെൻറ്റർ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഐന്റെ വാല്യൂ 1 വരുന്നത് കാരണം 6 + 1 ആണ് 7. അപ്പോൾ ഐന്റെ വാല്യൂ 1 ആയിരുന്നാൽ 6 + i എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. അടുത്തത് നോക്കുമ്പോൾ 8th പൊസിഷനിലാണ് സ്റ്റാർ. അപ്പോൾ 6 + 2. അടുത്തത് 9th പൊസിഷനിലാണ്. അപ്പോൾ 6 + 3. അങ്ങനെ ഇൻക്രിമെന്റിങ് ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ജെ ഈക്വൽ ടു 6 + i എന്ന കണ്ടീഷൻ എഴുതി. അപ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡയഗണലും കിട്ടി. അടുത്തത് എന്നത് നമുക്ക് സെൻട്രലിൽ നിന്ന് ഡിക്രിമെന്റ് ആയിട്ടാണ് സ്റ്റാർ പ്രിന്റ് ആവുന്നത്. നമുക്ക് സെൻട്രൽ 7 ആണെന്ന് അറിയാം. 7 പ്രിന്റ് ആവണമെങ്കിൽ ജെ ഈക്വൽ ടു 7 ആണെന്ന് അറിയാം. 7 പ്രിന്റ് ആവണമെങ്കിൽ എത്ര 8ൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് 7. 1 എന്ന് പറയുന്നത് ഐന്റെ വാല്യൂ. അടുത്തത് ഐന്റെ വാല്യൂ 2 ആണ്. അടുത്തത് ഐന്റെ വാല്യൂ 3. അപ്പോൾ 8ൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് 7. അടുത്തത് 8ൽ നിന്ന് 2 കുറയ്ക്കുന്നതാണ് 6. അടുത്തത് 8ൽ നിന്ന് 3 കുറയ്ക്കുന്നതാണ് 5. അങ്ങനെ ഡിക്രിമെന്റിങ് ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും 8ൽ നിന്ന് ഐ കുറയ്ക്കുന്നതാണ് ഈ ലൈനിന്റെ കണ്ടീഷൻ. നമുക്ക് അതും കൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ജെ ഈക്വൽ ടു 8ൽ നിന്ന് ഫസ്റ്റത്തേല് 8ൽ നിന്ന് 1 കുറയ്ക്കുന്നത്. അപ്പോൾ 8ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സ്റ്റാർ 7th പൊസിഷനിൽ സ്റ്റാർ കിട്ടും. അടുത്തതിൽ 8ൽ നിന്ന് 2 കുറയ്ക്കുന്നത്. 8ൽ നിന്ന് 2 കുറയ്ക്കുന്നത് പറയുമ്പോൾ ഐന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത പൊസിഷൻ കിട്ടും. അപ്പോൾ നമുക്ക്
ഈ ഐ 1 2 3 ജനറൽ ആയിട്ട് ഐ എന്ന് കൊടുക്കാം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് അവസാനം ആ ക്രൗണിന്റെ പാറ്റേൺ നമുക്ക് പ്രിന്റ് ചെയ്തു. ഇതിൽ നമുക്ക് ഈ പ്രോഗ്രാം ഒന്നും കൂടിയും ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഹെഡർ ഫയൽസ് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ മെയിൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഐ ലൂപ്പ്, ഔട്ടർ ലൂപ്പായ ഐ, അത് റോയ്ക്കും ഇന്നർ ലൂപ്പായ ജെ കോളത്തിനും കൊടുത്തു. ഐ മാക്സിമം 5 ടൈംസ് പോകുന്നത് കാരണം ഐ 1 തൊട്ട് 5 വരെ ആവുന്നത് പോലെയും ജെ മാക്സിമം 13 ടൈം പോകുന്നത് കാരണം ജെ 1 തൊട്ട് 13 വരെയും ഉള്ള പോലെ ഫോർ ലൂപ്പ് സെറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ കണ്ടീഷൻസ് നമ്മൾ എഴുതി. ഫസ്റ്റ് ഐന്റെ വാല്യൂ 5 ആകുമ്പോൾ മൊത്തം സ്റ്റാർ ആണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഐ ഈക്വൽ ടു 5 എന്ന കണ്ടീഷൻ എഴുതി. അടുത്തത് ജെന്റെ വാല്യൂ 1, ഈ ഫസ്റ്റത്തെ പൊസിഷനിലും ഫുൾ സ്റ്റാർ ആണ് പ്രിന്റ് ആവുന്നത്. അപ്പൊ ജെ ഈക്വൽ ടു 1, പിന്നെ സെൻട്രത്തെ പൊസിഷൻ മൊത്തം സ്റ്റാർ ആണ്. കോളം 7 ഫുൾ സ്റ്റാർ ആണ്. അപ്പൊ ജെ ഈക്വൽ ടു 7. കോളം ലാസ്റ്റ് 13th കോളം ഫുൾ സ്റ്റാർ ആണ്. അപ്പൊ ജെ ഈക്വൽ ടു 13 എന്ന കണ്ടീഷൻ നമ്മൾ എഴുതി. അടുത്തത് ഈ ഡയഗണൽ ആയിട്ടുള്ള ലൈനാണ് നോക്കേണ്ടത്. ഈ ഡയഗണൽ ലൈൻ ജെന്റെ വാല്യൂം ഐന്റെ വാല്യൂം ഈക്വൽ ആയി വരുന്നിടത്താണ് സ്റ്റാർ പ്രിന്റ് ആവുന്നത്. ഐ 1 2 3 4 5 എന്ന ഇൻക്രിമെന്റിംഗ് ഓർഡറിലാണ് പോകുന്നത്. ജെയും ഐയും ഈക്വൽ ആവുമ്പോൾ സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ജെ ഈക്വൽ ടു ഐ എന്ന കണ്ടീഷൻ എഴുതാം. അടുത്തത് ലാസ്റ്റത്തെ ഡയഗണലാണ്. അത് 13 12 11 അങ്ങനെ ഡിക്രിമെന്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഐന്റെ വാല്യൂ 1 തൊട്ട് 5 വരെ ആയിരുന്നു. 14 മൈനസ് 1 ആണ് ഫസ്റ്റ് പൊസിഷൻ 13 കിട്ടുന്നത്. അങ്ങനെ 14 മൈനസ് ഐ എന്ന കണ്ടീഷൻ നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് 2 കണ്ടീഷൻ കൂടിയാണ് കൊടുക്കാനുള്ളത്. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രലിൽ നിന്ന് ഒരു ഇൻക്രിമെന്റിംഗ് ഓർഡറിലാണ് പോകുന്നത്. അത് 7 8 അങ്ങനെ ഇൻക്രിമെന്റിംഗ് ഓർഡറിലാണ് പോകുന്നത്. ഫസ്റ്റത്തെ 7 കിട്ടണമെങ്കിൽ 6 + 1 ആണ് 7. അപ്പോൾ ഐന്റെ വാല്യൂ 1 2 3 4 അങ്ങനെയാണ് ഇൻക്രിമെന്റ് ആവുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ 6 + 1 ആണ് 7. അടുത്ത 6 + 2 ആണ് 8. അങ്ങനെ നമുക്ക് ജെ ഈക്വൽ ടു 6 + ഐ എന്ന കണ്ടീഷനും കിട്ടി. അടുത്ത ലാസ്റ്റത്തെ കണ്ടീഷൻ സെൻട്രൽ നിന്ന് ഡിക്രിമെന്റ് ആയിട്ടുള്ള ഒരു സ്ലാൻഡിങ് ലൈൻ ആണ്. അതിന് സെൻറ്റർ കിട്ടണമെങ്കിൽ 7th പൊസിഷൻ കിട്ടണമെങ്കിൽ ഐന്റെ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം ഫസ്റ്റ്. അപ്പൊ 8 മൈനസ് ഐ ആണ് 7. അടുത്തത് 6th പൊസിഷനിലാണ് ഐന്റെ വാല്യൂ അപ്പോൾ 2 ആണ്. അപ്പോൾ 8 മൈനസ് 2 ആണ് 6. അങ്ങനെ ഡിക്രിമെന്റിംഗ് ഓർഡർ ആയതിനാൽ നമ്മൾ ജെ ഈക്വൽ ടു 8 മൈനസ് ഐ എന്ന കണ്ടീഷനും എഴുതി. അവസാനം ഇത് മൊത്തം ഒരു ഇഫ് കണ്ടീഷനിൽ കൊടുത്തു. ആ കണ്ടീഷൻസ് എപ്പോഴൊക്കെ ട്രൂ ആവുന്നു, ഓർ കണ്ടീഷൻ ആയത് കാരണം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആവുമ്പോൾ ഈ സ്റ്റാർ പ്രിന്റ് ചെയ്യാനുള്ള കണ്ടീഷൻ വർക്കാവും. ഇല്ല, ഈ കണ്ടീഷനിൽ ഒന്നും പെടാത്തതാണ് നമ്മുടെ വാല്യൂ വരുന്നതെങ്കിൽ എൽസ് കണ്ടീഷൻ പ്രിന്റ് ആവും. എൽസ് പ്രിന്റ് സ്പേസ് പ്രിന്റ് ആവും. ഇനി ഇതെല്ലാം കഴിഞ്ഞതിനാൽ ഫസ്റ്റത്തെ ഓരോ ജെ ലൂപ്പ് അവസാനിക്കുമ്പോഴും നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആവാൻ വേണ്ടി /n എന്ന കണ്ടീഷനും നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഒരു കിരീടത്തിന്റെ ഔട്ട്പുട്ട് നമുക്ക് വ്യക്തമായി C പ്രോഗ്രാമിൽ എഴുതി.